ഹലോ ഹലോ സാർ. ഓ ഹൈന ഹൈന. ഓ കരിമ്പുലി വേഴ്സസ് ഹിപ്പോപ്പൊട്ടാമസ്. ചത്ത് ഒരു കല്ലെടുത്ത് ഇവിടുന്ന് ഒരാറ്റ എറിയാൻ പറ്റിയ റെഡിയിലായിരുന്നു അല്ലേ. സോ ഇസ് വെൽക്കം ബാക്ക് ടു അൻസിസ്റ്റേഴ്സ് പാർട്ട് 7. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മീൻ പിടുത്തം. മീനിനെ പിടിച്ച് ഫ്രൈ ആക്കുക. നമ്മൾ മുതലിനെ പിടിച്ച് ഫ്രൈ ആക്കി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിന്തിനെ പിടിച്ച് ഫ്രൈ ആക്കാൻ നോക്കി. പക്ഷേ അത് നമ്മുടെ മണ്ടക്കിട്ടൊരു കൊത്തുന്നിട്ട് പോയി. ബ്ലഡി ഫുൾ. ഫോർഡർക്കാ പോയി തട്ടിപ്പോയി കളിക്കടാന്നൊരു ഡയലോഗ് അടിച്ചു. അതെനിക്ക് പറ്റിയില്ല. അത് ഞാൻ പേഴ്സണലാക്കി എടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എൻ്റെ കൈ കിട്ടും. ശരിയാക്കി തരുന്നുണ്ട്. ഒരടക്കാക്കളിൻ്റെ വലിപ്പമുള്ളോ എന്നിട്ടാണ്. ഓക്കെ, ഇവിടെ എവിടെയോ മീൻ പിടിക്കാനുള്ളൊരു സ്ഥലം. ഈ പൊണ്ടാൻ ഇതിനെ കൊന്നല്ല കഴിഞ്ഞളി. പോടുന്നു. ഇത് മറ്റേ സാധനല്ലേ വെള്ള. നിക്കെ എവിടെ ഓടിയാ ഷെഡോ. ആ കമ്പൈൻ്റെ മൂട്ടിൽ കുരുങ്ങി. ഞാൻ മീനിനെ പിടിക്കാൻ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഡാമിറ്റ്. ഓക്കെ, ഇവിടെ എവിടെയോ തന്നെ മീനിനെ പിടിക്കാനുള്ള ഒരു സ്പോട്ട് ഉണ്ട്. കാണിച്ചരാം. അതാണെന്ന് തോന്നുന്നു. അതന്നെ ഞാൻ എന്തൊക്കെ മുമ്പേ നോക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെ അഭിനയിക്കണേ. എവിടെയാണ് എന്നൊക്കെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. അഭിനയ സിംഹം എന്ന് പറയാൻ പറ്റില്ല, അഭിനയ കുരങ്ങൻ. ഓക്കെ, അപ്പോൾ ഈ മീൻ പിടുത്തം കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കളി നമ്മൾ ഒരു സ്ഥലത്ത് പോയി പേടിച്ച് തൂറി ഓടിയൊന്നില്ലേ, ആ സ്ഥലത്ത് ഒന്നുകൂടെ പോയി നോക്കണം. കാര്യം അവിടെ ഈ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ വളരെയധികം കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് ഹിപ്പോപ്പൊട്ടാമസിനെ അന്വേഷിച്ചിട്ട് വരണം. കള്ളത്തവളകൾ പടാ. ഇതുകൊണ്ട് മണ്ടക്കെട്ടൊന്ന് കൊടുക്കാം. ഇതാണ്ടില്ലേ പടാ. ഒരു ബഹുമാനം ഇല്ലാണ്ട് ഇങ്ങനെ ചാടി കളിക്കുക. റെഡി ഫൂൾസ്. എനിക്ക് എന്നോട് തന്നെ എന്ത് ബഹുമാനാന്നറിയോ. എന്നിട്ട് ഈ തവളകൾക്കില്ലാതെ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ. ആ വെള്ളപ്പുലി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നാവോ. പിന്നെ ഈ വെള്ളപ്പുലി മാത്രമല്ല അതിലുള്ളത്, ഒരു കറുപ്പ് പുലി ഉണ്ട്. അതിനെ ഞാൻ ഓഫ് ക്യാമറ കളിക്കുന്ന സമയത്ത് കണ്ടിരുന്നു. കളർ കോഴികളെ പോലെ എല്ലാ കളറുണ്ടെന്ന് തോന്നുന്നു ഇതിൽ. ഒക്കത്തിന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതല്ല ഫിഷിംഗ് സ്പോട്ട്. തന്നെ. ഓക്കെ, മണക്ക് എന്തുണ്ടെങ്കിലും മണത്തണ്ട് കണ്ടുപിടിക്കും. അതാ ഒരു വലിയൊരിത്. എന്താ അതന്നെ ഫിഷിംഗ് സ്പോട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ എല്ലാം കൊണ്ട് അതിന് പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പം എന്താ എല്ല് മണക്കുന്നത് എടാ മോൻ്റെ. പറ്റില്ല. നമുക്ക് നേരത്തെ പോലെ സ്ഫിയർ ഉണ്ടാക്കണം. ആ പുലിൻ്റെ മൂട്ടിന്ന് വലിച്ചൂരാൻ പറ്റുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. എവിടെ അത്? ഇതുകൊണ്ട് മണ്ടക്കെട്ടൊന്ന് കൊടുത്തിട്ട് അത് വലിച്ചാണ്ട് ഊരിയാലോ. എവിടെ? ഓക്കെ, ഇവിടെ നിന്നൊരു വടി പൊട്ടിച്ചോ. ഇനി അത് സ്ട്രിപ്പ് ചെയ്തോ. ഇനി ഒരു കല്ലെടുത്തോ, അടിച്ച് പരത്തിക്കോ. ഓക്കെ, ഇനി കമ്മോൺ നമുക്ക് മീൻ പിടിക്കാൻ പോവാം. ഓ മഴ. ഈ മഴയത്ത് മീൻ പിടിക്കാൻ പറ്റുമെന്നാവോ? മീനുകളൊക്കെ വെള്ളം കണ്ടാൽ പേടിച്ചോടുവോ? ഒരു തമാശക്കാരൻ തന്നെ അല്ലേ. ഓക്കെ, ഇതവിടെ തണുപ്പ് മാറുന്ന ഇല ഉണ്ട്. ഇലയല്ല, പൂവ് ഇല എന്തോ സാധനം. ഓക്കെ, തണുപ്പ് മാറി. ഇനി നമുക്ക് മീൻ പിടിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ എത്തി. ഒയ്യോ, ഒറ്റടിക്ക് കിട്ടി. ഞാൻ കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നു വിചാരിച്ചു. ഇത് ഒറ്റടിക്ക് കിട്ടിയല്ലോ. എന്താ ഹലോ. ചത്ത് അവിടെ മീൻ പിടിച്ച ചാവോ നമ്മള്. എന്താ കണ്ണൊക്കെ അടയുന്ന പോലത്തെ ഒരു എഫക്റ്റ്. രാത്രിയായി. വെറുതെ ഇല്ല, രാത്രി ആയിട്ടില്ല. അങ്ങനെ രാത്രി ഇങ്ങനെ ആവുന്നുണ്ട്. രാത്രി ഇങ്ങനെ ആവണ്ടേന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തും പിന്നെ ഉറക്കം വന്നു. രാറ്റ അടിയെന്നുണ്ടല്ലോ, ഒരുറക്കം പിടിച്ചേക്കാനും അറിയില്ല. ഷെഡു. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്കിവിടെ മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ കറി വെക്കണോ അല്ല പിടിച്ച് ഫ്രൈ ആക്കണോ? ആരോടുണ്ട്? ഓടി. എടാ എൻ്റെ മീനെവിടെ? കൊന്നാ? കൊന്ന് ലെറ്റ്സ് ഗോ. അത്ര ഉള്ളോ? അത് ഒരു കയ്യിൽ മീന്, വേറൊരു കയ്യിൽ എല്ല്, പിന്നെ ബാക്കിൽ 2 കുരുപ്പുകൾ. ഏതല്ലേ സമ്മതിക്കണം എന്നെ. ഇതൊക്കെ സംഭവിക്കുമ്പോഴും എൻ്റെ മുന്നിലും പിന്നിലായിട്ട് 2 കുരുപ്പുകളുണ്ട്. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ വൈറ്റ് സൈബർ ടൂത്തിനെയും കൊന്നു. ഒന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ. ആരാ? ഓക്കെ, ഇത് കണ്ടില്ലേ? വൈറ്റ് മച്ച എന്തോ ഒന്ന്. അതിൻ്റെ പല്ല് കണ്ടില്ല. ആ പല്ല് പറിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ടൂളായിട്ട് ഉപയോഗിക്കായിരുന്നു അല്ലേ. അത് നമുക്ക് കുറച്ചുകൂടെ മൂർച്ചല്ലേ ഈ സാധനത്തിലേറെ. ഓക്കെ, ഏതെന്നാലും ആ മീനെ തിന്നുന്നതിന് മുമ്പ് ഒന്ന് കിടന്നുറങ്ങി രാവിലെ ആക്കട്ടെ. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. പുലർച്ചെ 4:45. നമ്മൾ മീനിനെ തിന്നാനുള്ള ആക്രാന്തം കൊണ്ട് രാവിലെ നേരത്തെ എണീറ്റു. ഓക്കെ, മീനെടുത്തോ. നമ്മളിതിനെ കറിയും വെക്കുന്നില്ല, നമ്മളിതിനെ ഫ്രൈയും ആക്കുന്നില്ല. നമുക്കിതിനെ പച്ചക്ക് തിന്നാം. ബൂമ്പേങ് ആക്കാം. ഇതെന്ത് മീൻ? ബാസോ? എൻ്റെ മനസ്സിലിപ്പോൾ നല്ലൊരു ചളി വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഗൈസ്, നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്ത് പേരാ പറയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. മീനെന്ന് മാത്രം ആരും കമൻറ്റ് ചെയ്യരുത്. അത്തരം ചളികൾ ഇവിടെ പാസ്സാക്കുന്നതല്ല. ഇവിടെ ആവശ്യത്തിലധികം ചളി ഞാനേ വാരിപ്പൊത്തുന്നുണ്ട്. അത് മതി. ഓക്കെ, ഇതൊന്ന് തിന്നോക്കട്ടെ. എന്തോ ഒരു റിയാക്ഷനും ഇല്ലല്ലോ. ഇതിനാ വെയിറ്റ് ചെയ്ത്.
എന്താ വയറിളക്കാത്ത നോക്കിക്കുന്നു. നമുക്കിങ്ങനെ ഇറച്ചി തിന്നുമ്പോൾ ഒരു പ്രത്യേക ഒരു സൂക്കട വയറിളക്കം. ഓക്കെ, ഇനി നമുക്ക് പോയി കുറച്ച് വെള്ളം കുടിക്കാം. ഓക്കെ, വേഗം കുടിച്ചോ. ഇതിൽ നമുക്ക് ഒമ്നിവോർ ആവാനുള്ള ന്യൂറോൺ ഡെവലപ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര വേണമെങ്കിലും ഇറച്ചി തിന്നാം. പക്ഷെ അത്രയ്ക്ക് നമ്മൾ ഇവോൾവ് ആയിട്ടില്ല, പതുക്കാവും. അവിടുന്ന് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കണ്ടാ. ഓക്കെ, വയറും ഫുള്ളായിട്ടുണ്ട്. ഇനി ഞാൻ ബേസിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചുതരാം. അതായത് ബേസിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം കല്ല് കണ്ടു. ഈ അവഞ്ചേഴ്സിലെ ഇൻഫിനിറ്റി സ്റ്റോണൊക്കെ പോലത്തെ ഒരു കല്ല്. അത് കയ്യിലെടുത്തപ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത പവറൊക്കെ കിട്ടി. സത്യമായിട്ടും ആ കല്ലെന്താ നമുക്കൊന്ന് പോയി നോക്കണം. ഓക്കെ, ഞാൻ ബേസിൻ്റെ അടുത്ത് എത്താറായി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച്. അതാ അവിടെ കണ്ടില്ലേ, അതൊരു പരുന്തുകൂടാണ്. അതേതായാലും നമ്മുടെ മുന്നിൽ വന്ന് പെട്ട സ്ഥിതിക്ക് നമ്മൾ റിവെഞ്ച് എടുക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടാനുള്ള കടക്കെ ഇന്ന് തന്നെ വീട്ടിൽ തീർക്കാം. അപ്പോൾ ശരിയാക്കി തരാം. കൂലികളെയും പന്നികളെയും വരെ ഞാൻ സിമ്പിളായി കൊന്നു. എന്നിട്ട് ഈ അടക്കാക്കിളിഞ്ഞ് എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല, അതൊരു അപമാനമല്ലേ. അപ്പോൾ ശരിയാക്കി തരാം. ഇതല്ല എൻ്റെ കൂടെ ഇവിടുന്ന് ഒറ്റ ചാട്ടം ചാടി. അത്രേ ഉള്ളൂ. ബാടാ. എത്ര മുട്ടകളുണ്ട് ഒക്കെ തന്നെ തീരുമാനമാക്കി തരണ്ട് ഞാൻ. ഓക്കെ, 6 5 മുട്ട ഉണ്ട്. എവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ലല്ലോ. ഹലോ, അതാ ബാ. എടാ കൊരങ്ങ, വെറുതെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് അടി വാങ്ങി നടന്നോ. വീണ്ടും മണ്ടക്കൊരു കൊത്തന്നിട്ട് പോയി. ഡാമിറ്റ്, ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ശത്രുവിനെ കായികപരമായി നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളതിനെ മാനസികപരമായി തളർത്തണം. ഫോർ എക്സാമ്പിൾ കാണിച്ചുതരാം. അതവിടെ 5 മുട്ട കണ്ടില്ലേ, അതിലൊരു മുട്ട അങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് പോയി നിൽക്കുക. ഇവിടെ വേണ്ട, ഇവിടെ ഇലകളിലോട്ട് കാണാൻ കഴിയില്ല. ഓക്കെ, ഈ സ്ഥലം മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൈ ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ താഴ്ക്ക് പോകും. അപ്പോൾ ഒരു ശബ്ദം കേൾക്കും. അന്തസ്. ഇനി അടുത്തൊരു മുട്ട ഇവിടെ എടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് പോയി നിൽക്കുക. ഓക്കെ, ഇവിടെ നിന്നിട്ട് കാണാൻ കഴിയില്ല. എന്നിട്ട് ഒറ്റയിട്ടിലിടുക. അതാ പോകുന്നുണ്ടില്ലേ. അയ്യവാ, ഒരു വല്ലാത്തൊരു സുഖ. ഇനി അടുത്ത മുട്ട പോടത്തെ. എൻ്റെ അടുത്ത് അവൻ്റെ കളി പോ. ഓക്കെ, ഇനി അവസാനം ഒരു മുട്ട മാത്രമുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. ഒരു മുട്ടയും ഇവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനി വീട്ടിൽ വന്ന് അടിക്കും. അത് വേണ്ട. എടാ മുട്ടയല്ലേ? ഒറ്റ മിനിറ്റ്. ഓ അങ്ങനെ പറ. അത് മുട്ടയായിരുന്നില്ലേ? അത് വേറെ എന്തിൻ്റെ തലയൊട്ടിയാണ്, കണ്ടില്ലേ? ഒരു മുട്ടയെങ്കിലും ബാക്കി വയ്ക്കായിരുന്നു. ഞാനെന്തൊരു ക്രൂരനാ. അത് മോശമായി. നമുക്കിവിടെ നിന്ന് ചാടി സൂസൈഡ് ചെയ്താലോ? അല്ലേ വേണ്ട, പിന്നീട് എപ്പോഴും ആവട്ടെ. ഇപ്പോൾ ഒരു മൂഡില്ല. നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോൺ എടുക്കാൻ പോകാനുള്ളതാണ്. ഓക്കെ, അത് എവിടെയോ ഉണ്ടല്ലോ, ഇവിടെ എവിടെയോ ഉണ്ട്. തന്നെ സ്ഥലം. ഇതാ കാണുന്നൊരു കുന്നില്ലേ, അതിൻ്റെ മുകളിലാണ് ഞാൻ കണ്ടത്. ആദ്യം നമുക്ക് നിലത്തിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം ശബ്ദം ആ കല്ല് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് താഴെ ഇറങ്ങി കാണിച്ചറാ. കേൾക്കുന്നില്ലേ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയൊക്കെ അപ്പം കേൾക്കാൻ കഴിയും. സൂക്ഷിച്ച് നോക്കി എങ്ങനെ കേൾക്കാൻ കഴിയുക? മണ്ടന്മാർ. പിന്നെ നേരത്തെ വന്നപ്പോൾ നല്ല ശബ്ദം കേട്ടിരുന്നല്ലോ. ആ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ കയറി നോക്കിയത് തന്നെ. ഹലോ, എവിടെ? നാട്ടിക്കരുത്. എടാ ഇവിടെ എവിടെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഇനി ഇവന്മാരെങ്ങാനും കൊരങ്ങ എവിടെ എൻ്റെ ഇൻഫിനിറ്റി സ്റ്റോൺ? ആരടുത്താ ചോദിക്കുന്നത്? ഒന്നുകൂടെ ശരിക്കും നോക്കി നോക്കാം. ഇതാണോ? അതല്ല. ഓക്കെ, ഇതിൻ്റെ മുകളിലാണുള്ളത്. തന്നെ ഇതുണ്ടല്ലോ ഒരു തിളങ്ങുന്ന സാധനം. ഓക്കെ, ഇപ്പം കയ്യിലെടുത്തപ്പോൾ കണ്ടില്ല ഒരു പവർ കിട്ടിയത്. ഒരു ഷീൽഡിൽ 2 കണ്ണൊക്കെ ആയിട്ട്. എന്താ സംഭവം ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ. ഞാനെന്താ ഒരു പച്ച കളറിൽ ഒരു എമറാൾഡൊക്കെ പോലെ പ്രഷ്യസ് സ്റ്റോൺ എമറാൾഡ്. എമറാൾഡ് തന്നെ അല്ലേ? ഇതുകൊണ്ട് എന്താ ഉപകാരം എന്താ? ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ധൈര്യം കിട്ടും അത്ര. അതായത് നമ്മൾ കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പേടിച്ച് തൂറി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ടെലിപ്പോർട്ടായില്ലേ. ഈ കല്ല് കയ്യിലുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹിപ്പോപ്പൊട്ടാമസിനെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ കല്ല് കൊണ്ടുപോവാ. വൈനോട്ട്. ഓക്കെ, രാത്രി ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് കിടന്നുറങ്ങി രാവിലെ ആക്കട്ടെ. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ അന്വേഷിച്ച് പോവാം. ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ്, ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു 15 വർഷം സ്കിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്കിലുള്ള ഈ കുരുപ്പുകളില്ലേ, ഈ 2 ചെറുതുകൾ മാത്രമല്ല വേറെയും 2 നമ്മുടെ ക്ലാൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ജനറേഷൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 കുരുപ്പുകളും വലുതായിട്ട് നമ്മളിപ്പോൾ ഉള്ളതുപോലെ ആവും. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ കുരങ്ങനില്ലേ, അതിന് വയസ്സായി അതൊരു എൽഡറാവും. അതായത് ഒരു കിളവനാവും, അത്ര തന്നെ. അപ്പോൾ ഈ ജനറേഷൻ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വലുതായി ഇപ്പോൾ വീണനെ. ഓക്കെ,
അപ്പോൾ ഈ കുട്ടികൾ വലുതായുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള കുരങ്ങന്മാരില്ല, അതായത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള കുരങ്ങന്മാരിലേറെ കുറച്ചുകൂടെ ബുദ്ധിയും കഴിവൊക്കെ ഈ കുട്ടിയൊക്കെ ഉണ്ടാവും. കാര്യം എന്തെന്ന് വെച്ചാൽ അതിന് നമ്മൾ എപ്പോഴും ഇങ്ങനെ പുറത്ത് കയറ്റി അതിൻ്റെ മൂടും താങ്ങി നടക്കുകയല്ലേ. അപ്പോൾ അത് വലുതാവുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള കുരങ്ങനിലേറെ കുറച്ചുകൂടെ കഴിവുണ്ടാവും അതിന്. ഓക്കെ, അപ്പോൾ അതിനാണ് ജനറേഷൻ സ്കിപ്പ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ജനറേഷൻ സ്കിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എവല്യൂഷനാണ്. അത് നമ്മൾ മിക്കവാറും അടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇതേ ശബ്ദമായിരുന്നു ഈ കല്ലൊന്നും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വേറൊരു കല്ലുണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒന്ന് താഴെ ഇറങ്ങി നോക്കാം. അതാണോ? ഓ ഓ അത് എമറാൾഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതേ ശബ്ദമായിരുന്നു ഈ കല്ലൊന്നും വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ എമറാൾഡ് മാത്രമുള്ള വേറെ കല്ലുകളൊന്നും ഇല്ലേന്നാവോ? ഓക്കെ, ഇപ്പം ആ ശബ്ദം ശരിക്കും കേൾക്കുന്നില്ലേ? അതാ 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 അതാ. ഓ ഇത് രണ്ടും സെയിമാണ്, പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് പോവാ. വെറുതെ സമയം കളഞ്ഞു. ഓ എന്താ പണ്ടായി? ഭാഗ്യം ചത്തില്ല. ഓക്കെ, കഴിഞ്ഞ കളി നമ്മൾ ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടായിരുന്നില്ല അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് പോയി നോക്കാം, എവിടെ എത്തും നോക്കാം. മിക്കവാറും ആ സെയിം സ്ഥലത്ത് എത്താനായിരിക്കും ചാൻസ്. എന്തായിരുന്നാലും ഒന്ന് പോയി നോക്കാം. ഓ അത് കണ്ടില്ല, ഇവിടെ തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ കളി ഞാൻ ആ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയപ്പോൾ വലിയ എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിച്ചു. സംഭവം സെയിം സ്ഥലം തന്നെയാണേ. ഇതുണ്ടില്ലേ? ഏതല്ലേ പുതിയൊരു സ്ഥലം പോലെ. അല്ല, പുതിയ സ്ഥലം തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മുടെ ഇതുവരെയുള്ള ഏരിയയിലേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ് ആ സ്ഥലം. നമുക്ക് ഒന്നുകൂടെ അടുത്ത് പോവാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, ഇതുവരെയാണ് നമ്മുടെ സാധാ ഫോറസ്റ്റ്, അതായത് നമ്മുടെ ടെറിട്ടറി ഇതുവരെയാണ്. ഇതിൻ്റെ അപ്പുറം വേറൊരു ലോകമാണ് കാണിച്ചറാ. ഇത് കണ്ടില്ലേ? ഏതാ? ഒന്നും മര്യാദയ്ക്ക് കാണുന്നില്ലല്ലോ പണ്ടാരം. ആ വെള്ളച്ചാട്ടമൊക്കെ നോക്കി, അടിപൊളി. ഇതിൽ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയ ഏതാണെന്നറിയോ? ഇതാ കാണുന്നില്ലേ, അവിടെ ഒരു കുളം പോലെ, അവിടെ ആയിരിക്കും മിക്കവാറും ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഏതായിരുന്നാലും നമുക്ക് നിലത്തിറങ്ങി ഇവിടുത്തെ ഫിയർ ഒന്ന് കോങ്കർ ചെയ്യാം. ഈ കല്ല് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണോ ഇനിയിപ്പോൾ അത് വരാത്തത്? ഒന്ന് നോക്കി നോക്കാം. എടാ എന്താ ഇത്? ഇങ്ങനെ ഒരു പൊട്ടത്തരം കാണിക്കുന്നേ. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് പേടിയാവല്. ഇവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ 2 അനാക്കൊണ്ടനെ കണ്ടേ. വന്ന് 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 എന്താ പ്രത്യേക ഒരു ശബ്ദമൊക്കെ. ഓ ആ കല്ല് കിടന്ന് തിളങ്ങുന്നുണ്ടില്ലേ? ഏതാ? നമുക്ക് നോർമലി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുമെങ്കിൽ പോലും നമ്മൾ പേടിച്ച് തിരിച്ച് അങ്ങോട്ട് ടെലിപ്പോർട്ടായി പോകില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്തൊക്കെയോ ശബ്ദമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ വെള്ള ആ ഉണ്ട കാണുന്ന അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, എത്തി 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 കോങ്കർ ഫിയർ. ഓക്കെ, അത്രയുള്ളൂ. ഇനി ആരാടാ അവിടെ ഉള്ളത്? വാ, ആനാക്കൊണ്ടേ, മൂർക്കം പാമ്പാ, ഞാനൂളാ, ആരാ വെച്ചാ? വാ അലിമട, കുറച്ച് കഴിഞ്ഞിട്ട് വാ. ഇപ്പോൾ രാത്രി ഒന്ന് കിടന്നുറങ്ങട്ടെ. ഓക്കെ ഗൈസ്, വീണ്ടും രാവിലെ. എന്താല്ലേ വെറുതെ രാത്രിയാവുക. ഓ അതാണ്ടില്ലേ, ഒരു കരിമ്പുലി, ബ്ലാക്ക് പാന്തർ, അതാ പോന്ന്. വെറുതെ അതിനെ പോയി ചൊറിയുന്നില്ല. ഇത് പുതിയൊരു മരമാണല്ലോ, ഈത്തപ്പഴമാണെന്ന് തോന്നുന്നു. ഒന്ന് കയറി നോക്കട്ടെ. ഓക്കെ, ഈത്തപ്പഴം തന്നെ അല്ലേ? ഈത്തപ്പഴം തന്നെ. ഇത്ര വലിയ ഈത്തപ്പഴമോ? എന്തപ്പത്? ഡേറ്റ്സ്. അതന്നെ, ഈത്തപ്പഴം തന്നെ. ഓക്കെ, ഷെയ്ക്കോ ഈറ്റല്ലേ വരണ്ടേ? ഓ അതാ പോന്ന്. ഈ മരം പിടിച്ചാണ്ട് കുലിക്കണേ. ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഷെയ്ക്ക് അടിക്കാനായിരിക്കുന്നത്. വീണ്ടും തമാശ. തമാശ തന്നെ. ഓക്കെ, ഇതേതായാലും നമുക്കൊന്ന് തിന്നോക്കാം. ഉഷാർ. ഓക്കെ, ഇതൊന്നല്ല, നമുക്ക് ഹിപ്പോപ്പൊട്ടാമസാണ് മെയിൻ. ഹിപ്പോപ്പൊട്ടാമസ് എവിടെയുള്ളത്? ഇതാ കാണുന്ന അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് ഈ വെള്ളച്ചാട്ടം കടന്നു പോകണം. ആദ്യം ഒന്ന് ഇവിടെ നിന്ന് സ്കാൻ ചെയ്യട്ടെ. ഓക്കെ, ആ സ്ഥലം ഒന്ന് പോയി സ്കാൻ ചെയ്തിട്ട് വരാം. എന്താ സ്ഥലത്തിൻ്റെ പേര്? ദ എൻക്ലോസ്ഡ് വാട്ടർഫാൾ. ആയിക്കോട്ടെ, ഇതുണ്ടല്ലേ, ഇതാണ് ആ സ്ഥലം. നൈസ്, മതി, ഇത്ര മതി. ഓക്കെ, ഇനി നമുക്ക് ഹിപ്പോപ്പൊട്ടാമസ്. അതിനെ അന്ന് കണ്ടുപിടിച്ചിട്ട് അടങ്ങുന്നുള്ളൂ. എൻ്റെ ജീവിത ലക്ഷ്യനെ അതാക്കി. അതിനുശേഷം ഹിപ്പോപ്പൊട്ടാമസ് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയോ? ആന, 4 കൊമ്പുള്ള ആന. തുമ്പിക്കൈക്ക് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റിയ ഒരു ആന ഉണ്ട് ഇതിൽ. അതിനെ കൂടെ ഒന്ന് കാണണം. അതാണ് ഈ ഗെയിമിൽ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. ഓക്കെ, അവിടെ ഒരു ഞാനോള് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അതിനൊന്ന് പേടിപ്പിച്ച് വിടട്ടെ. കണ്ടോ പോടാ. അത്രേ ഉള്ളൂ. പേടിത്തൊണ്ട. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ല, ഒരു പ്രത്യേകതരം മരം. അതായത് ഭയങ്കര ഹൈറ്റ് ഇല്ല, പക്ഷെ ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ ഹൈറ്റ് കമ്മിയായിട്ട് അങ്ങനെ മറ്റേ തന്നെ മനസ്സിലായല്ലോ. അതായത് ഹൈറ്റ് ഇല്ലാതെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന മരങ്ങൾ.
അത്ര തന്നെ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. ഇതാ കണ്ടില്ലേ, ആ കുളത്തിലാണ് ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയോ? ഇല്ല. ഓ എന്താ? ഓ ഇവിടെ നിന്ന് നമുക്ക് പേടിയാവില്ലേ? ഓ ആരാ? ഓക്കെ, അപ്പോൾ ഇത് വരെയുള്ളൂ നമുക്കിപ്പോൾ പെർമിഷൻ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതോടെ അങ്ങോട്ട് കോങ്കർ ചെയ്യാം. നമുക്കുണ്ടാ പേടി? ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊന്ന് പിൻവലിയേണ്ടി വന്നു. കാര്യം ഈ സാധനത്തിൻ്റെ പവർ കഴിഞ്ഞെന്ന് തോന്നുന്നു. കണ്ടില്ലേ ഈ കല്ലിൻ്റെ? ഇപ്പോൾ നിങ്ങൾക്ക് പവർ ഇരുന്നില്ല, പെട്ടെന്ന് പേടിക്കുന്നത്. ഇത് കണ്ടില്ലേ? ചെടൂ, ഇതിപ്പോൾ ഒറ്റ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏതായാലും ഇവിടെ ഒന്നും സ്കാൻ ചെയ്യാനും ഇല്ലല്ലോ. ആ ഉണ്ട്. ഓക്കെ, ആ വെള്ളം ഉണ്ടാ വന്നിട്ടുണ്ട്. ഈ വഴിയാണ് പോകാൻ പറയുന്നത്. ഓ ഇവിടെ ഒരു പാമ്പുണ്ട്. ഓ ഓട്. ഈ കല്ല് വെറും വേസ്റ്റാട്ടോ, ഒറ്റ വട്ടം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ സ്ഥലം നമ്മുടെ പരിധിയിലാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതെന്താ നീന്തി പോകുന്ന മണ്ണിൽ കൂടെ? പകുതി ശരീരം അതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അവിടെ ഏതൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് പോയി നോക്കാം. ഓ പുതിയ സ്ഥലം. നൈസ്, അടിപൊളി. എടാ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കാണാനല്ലോ പോകുന്നത്. എടാ പോടാ. ഹലോ സാർ, ഹലോ. ഇതെന്താ? ആ അതാ അത് തിരിഞ്ഞു നോക്കിയതേണ്ടാ. ഓ എടാ ഇതെന്താ വടി പോലെ കിടക്കുന്നത്? എടാ പോടാ. അതിനിപ്പോൾ നമ്മളെ പേടിയില്ലാന്ന് തോന്നുന്നു. വേവിടുന്ന് പോവാ. ഓ പുതിയ എന്താ? ഓ ഹൈനയാണോ പന്നിയാണോ? എടാ അത് ഹൈനയാണോ പന്നിയാണോ? കൺഫ്യൂഷനായല്ലോ. ഹൈന ആഫ്രിക്കയിലല്ല ഉണ്ടാവുക, സവാനയിലല്ല ഉണ്ടാവുക. അതെന്താ സാധനം? ഓ ഹൈന തന്നെ അത്. ഓ ഹിപ്പോപ്പൊട്ടാമസിനെ അന്വേഷിച്ചൊന്ന് ഹൈനനെ കണ്ടു നമ്മൾ. ലെസ്കോ. അപ്പോൾ ഇതിനടുത്ത് എവിടെയായിട്ട് തന്നെ ആഫ്രിക്ക ഉണ്ടാവും, അതായത് ആഫ്രിക്കൻ സവാന. ഇങ്ങനെ പോയാൽ നമ്മൾ ഈ അടുത്ത് തന്നെ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കുമെന്ന് തോന്നുന്നു. എന്നാലും ഇപ്പോൾ ഓ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പിന്നെയും പേടിയാവുന്നുണ്ട്. ശരി. ഇതിലെ ടെറിട്ടറിയൊക്കെ ഭയങ്കര ചെറുതാണല്ലോ. ഓ അതാ പോയി. ഓ പോയി. എടാ എന്തത്? ഓരോ ഞാൻ അവിടെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള സംഭവം കഴിഞ്ഞപ്പോൾ ഒന്ന് വെള്ളത്തിൽ എടുത്ത് ചാടിയതാ. വെള്ളം ഒഴുകുന്ന വെള്ളമാണെന്നുള്ള കാര്യം മറന്നു. ഇപ്പം നിലത്ത് വീണ് ചത്തേനെ. ജസ്റ്റ് മിസ്. ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടുപിടിക്കാൻ ഞാൻ പെടുന്ന പാടേ. ഓക്കെ ഗൈസ്, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം നമുക്ക് ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ മാത്രം അങ്ങനെ ചാടിപ്പോവാ. കല്ലല്ല, പാറ. ഓക്കെ വീണേനെ. എടാ അങ്ങോട്ട് എത്തുമോ? ഓ ചാടിക്കോ. ചാടിയില്ല. പിടി. ഓ ചാടി. ഓക്കെ എത്തി. ഓക്കെ ഒന്നൂടെ. ഓക്കെ ആ വഴിയാണ് പോകേണ്ടത്. ലെറ്റ്സ് ഗോ. ഓക്കെ. ഇന്ന് നമ്മൾ മൊത്തത്തിൽ എത്ര സ്ഥലം കോങ്കർ ചെയ്യുന്നത്? 3ാമത്തെ കോങ്കറിങ് അല്ലേ ഇപ്പോൾ ഇത്? ഇവിടെയാണ് ഹൈനയൊക്കെ ഉള്ളത്. ഓക്കെ രാത്രി ആവുന്നുണ്ട്. എത്തി. ഓക്കെ, കോങ്കേർഡ് ദ ഫിയർ ഓഫ് അൺനോൺ 5 times. ഓക്കെ, ഒന്ന് പെട്ടെന്ന് കിടന്നുറങ്ങി രാവിലെ ആക്കട്ടെ. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. രാവിലെ 5:35. ലെറ്റ്സ് ഗോ. ഇനി പോയി ഹിപ്പോപ്പൊട്ടാമസിനെ അന്വേഷിക്കുക. ചേട്ടാ അതിപ്പോൾ മഴയായിട്ടൊന്നും കാണാനും കഴിയുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്ന അങ്ങോട്ട് പോവാം. ഇതെന്താ? ഹലോ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? പന്നികൾ ഇങ്ങനെയൊക്കെ ഇരിക്കുവോ? എടാ പോടാ. മഴയും കൊള്ളാതെ അതിൻ്റെ അടിയിൽ സുഖിച്ചിരിക്കണേ. അപ്പം ശരിയാക്കി തരാം. ഓ ഓടി. മാണ്ടാക്കിട്ട് കിട്ടിയപ്പോൾ ശരിയല്ലേ? ഓടി ആണേ. അത്രേ ഉള്ളൂ. ഒരുത്തൻ ഇങ്ങോട്ടോടി, ഒരുത്തൻ അങ്ങോട്ടോടി. സോ സിമ്പിൾ. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്കുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഡിസ്കവർ. പുതിയ സ്ഥലം. ഗ്രേറ്റ് ലേക്ക്. ഓ ഗ്രേറ്റ് ലേക്ക്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഹിപ്പോപ്പൊട്ടാമസ്. ഇവിടെ തന്നെ. ഗ്രേറ്റ് ലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉണ്ടാവണമല്ലോ. എവിടെ? ഈ മഴ പെയ്യുന്ന നേരം കൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ലല്ലോ. ആ മഴന്ന്. ഓക്കെ. ഈ പുകയൊക്കെ പോയിട്ടൊന്ന് തെളിഞ്ഞു വന്നാൽ നമുക്കൊന്ന് ശരിക്ക് കാണാം. ഓ എന്താ? എടാ ഇത് എത്രാമത്തെ വട്ടാത്?
പക്ഷേ ഇത് വല്ലാത്ത ശല്യമല്ലോ. ഓക്കെ, അതാ കാണുന്ന കുളമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടെ ഫിയർ കോങ്കർ ചെയ്യണം. വേറെ നിവർത്തിയില്ല. എടാ ഇത് എന്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്? താറാവോ? പുതിയ ശബ്ദങ്ങളൊക്കെ. ഓക്കെ, ആ വന്ന് എന്താ വരാത്തെന്ന് പറഞ്ഞു. ഓക്കെ, ഓ വെറുതെ പാറ്റിക്കാനെ. ഓക്കെ, ആ വഴി വന്നു. ഓക്കെ, നമ്മളിവിടെ എത്തി. കോങ്കർ ഫിയർ. അത്ര ഉള്ളു. 4ാമത്തെ ഫിയർ കോങ്കറിങ്. ഇതെന്താ? ഓ പപ്പായ. മണക്ക്. വേം. ഓ ന്യൂ ഫുഡ് ഡിസ്കവറി. മയോണൈസോ? പപ്പായ അല്ലേ ഇത്? എന്തേലാവട്ടെ, നമുക്ക് തിന്നാ മതിയല്ലോ. വയറെന്ന് പറഞ്ഞാൽ പോരെ. എന്താ ഇവിടുന്ന് തേനീച്ച കൂട്. ശരി, ഞാൻ ഇവിടുന്ന് എന്താ ഈച്ചയുടെ ശബ്ദം കേൾക്കുന്നത് പറഞ്ഞ് നോക്കിയതാ. ഓക്കെ, അതൊന്നല്ല നമുക്ക് വിഷയം ഹിപ്പോപ്പൊട്ടാമസ്. എവിടെ? എത്തി. ഇതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. എടാ ഈ മഴ ഉണ്ടല്ലോ. ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവൂല. അത്രേ ഉള്ളൂ. ഉണ്ട്. ഓ ആയിട്ടില്ലേ? ഏതാ? അടിപൊളി. ഇത്ര കഷ്ടപ്പെട്ടാലും അവസാനം കാണാൻ പറ്റിയല്ലോ, അത് മതി. ഒരുത്തവിടെ കൂട്ടുവായിക്കിടുന്നു. അതൊന്നല്ല, 2, 3, എത്ര പേരാ? 4, 5. ഇന്ന് അടുത്ത് പോയി നോക്കാം. മിക്കവാറും അത് നമ്മളെ വലിച്ചു കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നോക്കാം, അതാ സേഫ്. അത് കണ്ടില്ലേ? ഏതാ കൂട്ടുവായി ഇടണേ? കൂട്ടുവായി ഇടണോ അല്ല ഏമ്പക്കം വിടണോ? അതവിടെ വേറെ. ഇതൊരു താവളം തന്നെയെന്ന് തോന്നുന്നു ഇതിൻ്റെ. നമുക്ക് പേടിയാവാൻ തുടങ്ങി. അതിന് പേടിപ്പിച്ചിടാൻ കഴിയുമോ? ഇല്ല. നമ്മളെ നോക്കി വരുന്ന കണ്ടാ താരാ? മറ്റേത് കരിമ്പുലി വേഴ്സസ് ഹിപ്പോപ്പൊട്ടാമസ്. ചത്ത്. അതാ. തലക്കൊരു കടി കിട്ടിയപ്പോൾ അതിന് തോന്നണ്ടേ തോന്നി. അതാ പോന്ന്. എത്രണ്ണം അവിടെ ഒരു 5 എണ്ണം ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു 5 എണ്ണം ഉണ്ട്. മൊത്തം 10 എണ്ണം ഈ കുളത്തിൽ മാത്രം. പോയി. ഇല്ല. ഒന്നുമില്ല. ആയിക്കോട്ടെ. അങ്ങനെ കൂട്ടുമായിട്ട് ഇങ്ങനെ തിന്ന് നടന്നോ. വേറൊരു പണിക്കും പോണ്ട. അത് വീണ്. ഇപ്പം പൊട്ടനാണോ അല്ല നമ്മളെ കാണാനിട്ടാണോ? ഓക്കെ, ഇപ്പം ഏതായിരുന്നാലും നമ്മൾ നമ്മുടെ വാക്ക് പാലിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പം ഇപ്പോൾ ചാവും തോന്നുന്നു. അമ്മാരി ഓട്ടായിരുന്നു ഇത്ര നേരം. ഒരു കല്ലെടുത്ത് ഇവിടുന്ന് ഒരാറ്റ എറിയാൻ പറ്റിയ റെഡിയിലായിരുന്നു അല്ലേ? ഓക്കെ, സോ ഏതായിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.